ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജൂൺ 18 നടക്കുന്ന UGC നെറ്റ് എക്സാമിന് പരീക്ഷ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരീക്ഷ ഹാളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്തൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 3 കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് OMR ആണ്. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ നമ്മളെ ബാധിക്കുന്നു, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ കാര്യങ്ങൾ നമ്മൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പരീക്ഷാ ഹാളിൽ ടൈം അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കരുതാം. കാരണം സാധാരണ ഇന്ത്യയുടെ എക്സാമിന് സമയം അവിടെ കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം ഉണ്ടാവാനുള്ള സാധ്യത, സമയം മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തെറ്റുകളൊന്നും തന്നെ വരുത്തരുത്. പിന്നെ നമുക്ക് അഡീഷണൽ പേജുകൾ ഉണ്ടാവും, അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അഡീഷണൽ പേജുകളിൽ തന്നെ എഴുതുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഓർമ്മയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, ചില കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കോഡുകളൊക്കെ നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ ജനറൽ പേപ്പറിനെയും മെയിൻ പേപ്പറിനെയും ചോദ്യം 2 ഷിഫ്റ്റുകളായതുകൊണ്ട് തന്നെ ജനറൽ പേപ്പർ 2 പേപ്പർ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഓരോ പേപ്പറിനും ഓരോ ജനറൽ പേപ്പർ എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ല. 2 ഷിഫ്റ്റ് മാത്രമായതുകൊണ്ട് തന്നെ ജനറൽ പേപ്പറിൽ 2 പേപ്പറേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. അതായത് ഒരുപാട് ചോദ്യങ്ങൾ അവർ കണ്ടെത്തേണ്ടതായിട്ടില്ല. ഇതുവരെയുള്ള ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഓർത്തു വേണം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് പാനിക് മോഡിലേക്ക് എത്തേണ്ടതില്ല. നിങ്ങളുടെ ഭയം നിങ്ങൾക്ക് മാർക്ക് കുറക്കും എന്നുള്ളതാണ്. മാക്സിമം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരീക്ഷാ ഹാളിൽ ഇത്രയും കാര്യങ്ങളാണ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സമയം നോക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ CBT മോഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളത് കരുതാം. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വെറീഡ് ആവേണ്ടതില്ല. അത് പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കറക്ഷൻ വരുത്താതെ നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇനി നമുക്കറിയാം, നമുക്ക് ഇത്തവണ 3 കാറ്റഗറിയാണ്. ഒന്നാമത്തെ കാറ്റഗറി വരുന്നത് നെറ്റ് ആൻഡ് JRF ആണ്. അത് ടോട്ടൽ 1% ആണല്ലോ JRF വരുന്നത്. 1% ഉണ്ടാവാറില്ല. ഗവൺമെന്റ് റൂളൊക്കെ അനുസരിച്ച് അതിലും കുറവായിരിക്കും. നെറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 6% ആണ്. PhDയുടെ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല. എന്നാലും PhD അഡ്മിഷനായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും PhD അഡ്മിഷനായിട്ട് ഇനി നെറ്റ് എക്സാമിന്റെ സ്കോറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകരുണ്ടാവും. അപേക്ഷകരുടെ എണ്ണം കൂടും. എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മത്സരം കൂടും, ചോദ്യങ്ങളുടെ കാഠിന്യം കൂടും, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിലവിൽ ഇത്തരത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് OMRലേക്ക് വരികയും അതുപോലെ തന്നെ ഈ കാറ്റഗറി കൂടെ ADയും കൂടെ ചെയ്തതോടുകൂടി പരീക്ഷയുടെ മൊത്തത്തിലുള്ള മുഖം മാറുകയാണ്. 2018 ഡിസംബറിലാണ് നമ്മുടെ സിലബസ് മാറിയത്. 2018 ജൂൺ എക്സാം വരെ CBSE ആയിരുന്നു നമ്മുടെ എക്സാം നടത്തിയിരുന്നത്. അത് OMR ബേസിൽ തന്നെയാണ്. അത് 3 പേപ്പർ എന്നുള്ള രീതിയിലൊക്കെയാണ് നടത്തിയത്. അതിൽ നമുക്ക് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ജനറൽ പേപ്പറിനോ അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റിനോ റെസ്റ്റ് ഇല്ല. നമ്മൾ തുടർച്ചയായിട്ട് 3 മണിക്കൂർ പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് നേരത്തെ വാട്ടർ ബോട്ടിലൊക്കെ കയ്യിൽ കരുതാൻ പറഞ്ഞത്. അപ്പോൾ ഈ 3 കാറ്റഗറി വരുന്നത് കൊണ്ട് തന്നെ മത്സരം കടുക്കും. കാരണം ചോദ്യങ്ങളുടെ രൂപം, ചോദിക്കുന്ന രീതി ഒക്കെ മാറും. നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കരുതിക്കോളൂ പരീക്ഷാ ഹാളിലേക്ക് എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടും അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇനി ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് NDAയുടെ ചെയർമാൻ, നമ്മളത് വളരെ മുമ്പേ തന്നെ വീഡിയോ ചെയ്ത് NDA ചെയർമാന്റെ ഇന്റർവ്യൂ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല, അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. PhDയുടെ കാര്യം കൂടെ വന്നതോടുകൂടി ഇതിന്റെ ഒരു പ്രാധാന്യം കൂടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിലവിലുള്ള പാറ്റേൺ ഒന്നും തന്നെ ഇനി ആവർത്തിക്കണമെന്നില്ല. വളരെ കൃത്യമായിട്ട് ഓരോ യൂണിറ്റും, ജനറൽ പേപ്പറിന്റെതും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിന്റെയും ഓരോ യൂണിറ്റും കൃത്യമായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് ഉള്ളവരാണെങ്കിൽ യാതൊരു രീതിയിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങൾ, ഇനി നമ്മുടെ മുമ്പിൽ ആകെ 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. PYQ
പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ PYQs ഒന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന PYQ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാര്യം NDAയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഔട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. നമ്മുടേതായുള്ള അഭിപ്രായം പറയുന്നതല്ല. ആവർത്തിക്കപ്പെടാത്ത കാര്യം നമ്മളിങ്ങനെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. റിവിഷൻ മസ്റ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ചോദ്യം വന്നു, ആ ചോദ്യം നമ്മൾ പഠിച്ചതാണ്, ചെറിയ രീതിയിലുള്ള റിവിഷന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് വായിച്ചു നോക്കാത്തത് കൊണ്ടോ നമുക്കത് കൃത്യത കിട്ടുന്നില്ല. അത്തരത്തിൽ മൈന്യൂട്ടായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. അതാണോ ഇതാണോ എന്നുള്ളത് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. അത്തരം ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എഴുതാം. നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കാര്യങ്ങളൊന്ന് ഷോർട്ട് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ആ ഷോർട്ട് നോട്ടൊക്കെ തന്നെ ടിക്ക് ചെയ്തിട്ട് പോവുക, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ടിക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇത്തവണ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് OMR ആണ്. അപ്പോൾ OMR എന്ന് പറയുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ഉത്തരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത്, ഈസി ആയിട്ട് ഉത്തരങ്ങളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അതുപോലെ തന്നെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഓരോ ചോദ്യത്തിനും എത്ര സമയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണോ, അത് പിന്നീട് എഴുതണോ, അല്ലെങ്കിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ആ ചോദ്യത്തിന് ഉത്തരം എഴുതാം. അത്തരം കാര്യങ്ങളിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ മൗസ് തട്ടിപ്പോയാലോ അല്ലെങ്കിൽ CPU ഒന്ന് കാലുകൊണ്ട് തട്ടിയാലൊന്നും ഉള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സമയം പരീക്ഷ നിന്നുപോയ കാര്യങ്ങളൊക്കെ CBTയിൽ വന്നിട്ടുണ്ട്. CBTയിൽ നിന്നും OMRലേക്ക് മാറുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യം തന്നെയാണ്, നമുക്കത് വലിയ ഉപകാരം തന്നെയാണ് വരുന്നത്. സ്ക്രീൻ ഇഷ്യൂ വരുന്നില്ല, ഒരുപാട് സമയം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അതുപോലെ തന്നെ ഈ 2 പരീക്ഷകൾ മാത്രമായി മാറി OMRലേക്ക് വരുമ്പോൾ അതിപ്പോൾ നോർമലൈസേഷന്റെ പ്രോസസ്സും അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഓരോ വിഷയത്തിലും കൃത്യമായിട്ട് മാർക്ക് അറിയാൻ സാധിക്കും. ഒറ്റ പരീക്ഷയാണ്, ഒരു ദിവസ പരീക്ഷ. 2 പരീക്ഷകൾ നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ നോർമലൈസേഷന്റെ പ്രോസസ് ഒക്കെ വരുന്നത്. ആ പ്രോസസ് ഒക്കെ തന്നെ കൃത്യമായിട്ട് ഒഴിവാക്കും. ഈ തവണ നോ നോർമലൈസേഷൻ എന്നുള്ളത് തന്നെയായിരിക്കും ഇത്തവണത്തെ പരീക്ഷയ്ക്ക്. നോർമലൈസേഷൻ ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് OMR ആകുമ്പോൾ നമ്മൾ ഈ ബബിൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ റോൾ നമ്പർ ആയിരിക്കും നമുക്ക് അവിടെ ബബിൾ ചെയ്യാൻ ഉണ്ടാവുക. അത് കൃത്യമായിട്ട് കറപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടിന്റെ കാര്യമാണ്. റിസൾട്ട് CBT ആകുമ്പോൾ വളരെ പെട്ടെന്ന് വരുന്നത്, OMRലേക്ക് മാറുമ്പോൾ കുറച്ചത് ലേറ്റ് ആവും എന്നുള്ളതാണ്. ഇത് 1 മാസം എടുക്കും, മറ്റത് 2 മാസം എടുക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ജൂണിൽ കഴിഞ്ഞ പരീക്ഷയുടെ ഒക്കെ റിസൾട്ട് ഒക്കെ നമുക്കൊരു ആഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് അതിലൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യന്റെ പാറ്റേണും അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങളും. ജനറൽ പേപ്പറിന് സാധാരണ ഏകദേശം 60-ലധികം ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ നിന്നും 2ലേക്ക് മാറുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത. ഇനി പരീക്ഷ കഴിഞ്ഞാലേ പറയാൻ പറ്റൂ, ഇനി ഓരോ വിഷയത്തിനും ഓരോ ജനറൽ പേപ്പർ എന്നുള്ള രീതിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷ കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. എന്നാൽ നിലവിൽ അറിയാൻ സാധിക്കുന്നത് 2 ഷിഫ്റ്റുകളിലായിട്ട് 2 ജനറൽ പേപ്പറിലേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മോർണിംഗ് ഷിഫ്റ്റിൽ ഒരു ജനറൽ പേപ്പർ, സെക്കൻഡ് ഷിഫ്റ്റിൽ ഒരു ജനറൽ പേപ്പർ എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. OMRലേക്ക് വരുന്ന സമയത്ത് ദോഷങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ഗുണങ്ങൾ തന്നെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാം. പിന്നെ റിസൾട്ടിന്റെ കാര്യമൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കാൻ ലേറ്റ് ആവാറുണ്ട്. ഇപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വളരെ വേഗത്തിൽ ലഭിച്ചാൽ കാര്യങ്ങളൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ ആളുകളുടെ എണ്ണവും ചോദ്യങ്ങളുടെ രീതിയും ഒക്കെ മാറും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എക്സാം ഹാളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ചോദ്യം ആദ്യം തന്നെ നമ്മൾ കണ്ടു, അതിന് നമുക്ക് ഉത്തരം അറിയില്ല. 2ാമത്തത് കണ്ടു, അതിനും അറിയില്ല. 3ാമത്തത് കണ്ടു, അതിനും അറിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അടുത്ത ചോദ്യം നമുക്ക് അറിയാവുന്നതായിരിക്കും. ഇനി നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ, അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതൊക്കെ, അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതൊക്കെ രീതിയിൽ കണ്ടെത്താമെന്നുള്ളത് നമുക്കൊരു വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് പറയാം.
അറിയാവുന്ന ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ ഉത്തരം കണ്ടെത്തുക. അറിയാത്ത ചോദ്യങ്ങൾ നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നുമില്ല, ഏത് ഉത്തരവും വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.